പകലും രാത്രിയും വീടും കൂടും ഒന്നും ഇല്ലേ? പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നേ? പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോ നിനക്ക് വരണ്ടാന്ന്. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അയ്യോ, ഇത് വലിയ ഇടങ്ങേറായല്ലോ. ഞാനെങ്ങാനും നിന്റെ വീട്ടിലേക്ക് വന്നാ നിന്റെ വീട്ടിലെ ജോലിക്കാരി ആ ഡുണ്ടു എന്നെ ഓടിച്ചു വിടും. നീയാണെങ്കി വന്ന് പറഞ്ഞോണ്ടിരിക്ക. ഞാൻ എന്തിനാ വന്നെ? അവരെന്നെ വീണ്ടും പുറത്താക്കാനാണോ? അന്ന് നീ ഫസ്റ്റ് ടൈം എന്റെ വീട്ടിൽ വന്നപ്പോ കള്ളിയെ പോലെയല്ലേ വന്നേ? അതുപോലെ വാ. ഇപ്പൊ തന്നെ വരാം. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ. നീ പറയുന്നൊക്കെ കേട്ടാലേ പ്രശ്നവാ. എന്ത് അഹങ്കാരം നിനക്ക്? ഞാൻ നല്ലപോലെ ആയിരുന്നെങ്കി നിന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയേനെ. ഞാൻ അതുവരെ ചോളാപൂരിയും കഴിച്ചോണ്ട് ഇവിടെ ഇരിക്കാം. എന്ത് ചെയ്യും? എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. എന്താ നീ എന്താ ഡോണാ? അല്ല, കരാട്ടയില് കിങ്ങാ. നീ ഒരു ഗേളാ. കിങ് ആവില്ല, ക്യൂന ആവുള്ളൂ. അത് തന്നെ. നിനക്ക് കാണണോ? രാവിലെ തന്നെ നിനക്ക് എന്താ? നിന്നെ അല്ല കുട്ടിലിംഗം, നീ പോയിക്കോ. എടി, നീ എന്നെയല്ലേ ഇപ്പൊ അടിക്കുന്ന പോലെ കാണിച്ചത്? എന്നിട്ട് എന്നെ അല്ലെന്നോ? അയ്യോ, അത് നിന്നെ അല്ല കള്ള. പിന്നെ വേറെ ആരെയാ? ഇവിടെ വേറെ ആരാ ഉള്ളേ? അയ്യോ, ഇവളിത് എവിടെ പോയി? ചിരിക്കുന്നോ ലുട്ടാപ്പി? എന്നെ ലുട്ടാപ്പിന്നോ? നീ പൊടി ഡാഗിനി. നിന്നെ അല്ല കുട്ടിലിംഗം. പിന്നെ ആരെയാ? നീ എന്റെ ആളെ പൊട്ടനാക്കുവാണോ? വെറുതെ രാവിലെ തന്നെ എന്നെ കൺഫ്യൂസ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നീയേ നിന്റെ കാര്യം നോക്കി അങ്ങ് നിന്നാ മതി. ഇല്ലേ നീ തീർന്നു മോളെ. എല്ലാത്തിനും നീയാ കാരണം. നീ അവൻ വന്നപ്പോ എന്തിനാ ഒളിച്ചു നിന്നത്? അല്ലെങ്കിൽ അവൻ ശരിയല്ല. അവൻ വെറും വഴക്കാളിയാ. എന്നെ കാണുമ്പോ എന്ന് വരും. ഞാൻ എവിടെ ഒളിച്ചു നിന്നിട്ടൊന്നുമില്ല. നിനക്കല്ലാതെ വേറെ ആർക്കും എന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവനും കണ്ടില്ല, അത്രേ ഉള്ളൂ. പറയൂ ശ്രീറാം സാർ, എന്താ വേണ്ടത്? സാർ, അന്ന് സ്കൂൾ ഡേ ഫംഗ്ഷനിൽ വെച്ച് ഞാനൊരു കുട്ടിയെ കണ്ടിരുന്നു. അവളെ കാണാൻ എൻ്റെ മകള് സിഹയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാമോ? എന്ത് സിഹയെ പോലെയോ? നോക്കറാം, ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഏകദേശം കാണാൻ ഒരുപോലെ ആയിരിക്കും. ആരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ല സാർ, പർട്ടിക്കുലറായിട്ട് ഒരു കുട്ടിയെ മാത്രം എൻ്റെ വൈഫ് സിഹി എന്ന് പറയുന്നുണ്ട്. അത് ഞാനും കണ്ടതാ. അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സാർ. ഇൻഫാക്ട് സ്കൂൾ ഡേ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കുട്ടിയെ സ്ലമ്മിന്റെ എവിടെയോ ഡ്രോപ്പ് ചെയ്തത്. എവിടെ? സ്ലം ഏരിയയോ? നോക്കറാം, നമ്മുടെ സ്കൂളിൽ സ്ലം ഏരിയയിൽ ഒരു കുട്ടി പോലും പഠിക്കുന്നില്ല. അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? സർ, ആ കുട്ടി സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്നു അത്രേ. നിങ്ങൾ സ്കൂൾ ഡേ ഫംഗ്ഷനൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ എന്തെങ്കിലും ഫുട്ടേജസ് നമുക്ക് കാണാൻ പറ്റുമോ? ഓ യെസ്, അതിനെന്താ. ഹലോ, ആ സ്കൂൾ ഡേയുടെ ഫുട്ടേജസ് ഒന്ന് വേണമായിരുന്നു. അതെന്താണ്? എന്തുപറ്റി? നിങ്ങളത് തമാശ കളിക്കണോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എന്താ ഉണ്ടായത്? സോറി സാർ, ആ ഫുട്ടേജസ് എല്ലാം ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് കറപ്റ്റ് ആയി പോയത്രേ. അതിപ്പോ റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. ഐ എം വെരി സോറി.
അല്ല, നിങ്ങള് ആ കുഞ്ഞിനെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവളെ എവിടെയാണോ വിട്ടത് അവിടെ പോയി അന്വേഷിച്ച് ഒരുപക്ഷെ കാണാൻ പറ്റിയേക്കും. ബട്ട് സാർ, ഞാൻ കണ്ട സമയത്ത് ആ കുട്ടി മുഖത്ത് സിഹിയുടെ മാസ്ക് ഇട്ടിരുന്നു. അപ്പൊ മാസ്ക് ഇട്ടതുകൊണ്ട് നിങ്ങളുടെ മകളായി തോന്നിയതായിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. അല്ല സാർ, ആ കുട്ടിയെ ഞാൻ വിത്തൗട്ട് മാസ്ക് കണ്ടിരുന്നു. സെയിം ഡിക്റ്റോ എന്റെ മകളെ പോലെ തന്നെ ഉണ്ടായിരുന്നു. സർ, വിഷമം തോന്നരുത്. നിങ്ങൾക്ക് കുട്ടിയെ നഷ്ടമായതുകൊണ്ട് ഏത് കുട്ടിയെ കണ്ടാലും സിഹിയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും സർ. മോളെ, മോൾ ഇവിടെ ഒരു മിനിറ്റ് നിൽക്കേ, ഞാനിപ്പോ വരാവേ. ഇവിടെ ഇരുന്നു. സിഹി, 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 ഇവിടെ ഇരുത്തിയതാണല്ലോ, എവിടെ പോയി? സിഹി, ഏ രാമ, നീയും അശോകനും കൂടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്റെ കെട്ടിയോളുടെ ഭ്രാന്ത് മാറാൻ വേണ്ടിയാണോ? ആവട്ടെ ആവട്ടെ, നിന്റെ കെട്ടിയോളുടെ ഭ്രാന്ത് മാറുമെന്ന് എനിക്കൊന്നറിയണം. എന്തു പറ്റി മോളെ ഭാർഗവി? എന്തിനാ ഈ പാവയെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നത്? നമ്മുടെ സീത ഈ പാവയാണ് സിഹി എന്ന് വിചാരിച്ച് അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടച്ച. അവളെ അങ്ങനെ കാണുമ്പോ എന്റെ മനസ്സിലെ കനല് കോരിയിട്ട പോലെ. അത് മാത്രമല്ല അച്ഛ, ഒരിക്കൽ പോലും ഒരു പെണ്ണിന് ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല അച്ഛ. പുറത്തേക്ക് വല്ലതും പോയോ? സിഹി, അതേ മോളെ, ശത്രുക്കൾക്ക് പോലും ഈ വിധി വരരുത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അച്ഛ ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ഇത്രമാത്രം ശിക്ഷിക്കുന്നത്? ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോ ഈ പാവയ്ക്കൊന്ന് ജീവൻ വച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോവാറുണ്ട് അച്ഛ. അത് കാണുമ്പോഴെങ്കിലും നമ്മുടെ സീതയ്ക്ക് അസുഖം ഭേദാവില്ല അച്ഛ. പിന്നെ അച്ഛ, അച്ഛൻ എപ്പോഴും ആ ദൈവത്തോട് ഓരോന്ന് ചോദിക്കാറുള്ളതല്ലേ? ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കച്ച. ഈ പാവയ്ക്ക് ശരിക്കൊന്ന് ജീവൻ കൊടുക്കാൻ വേണ്ടി അപേക്ഷിക്കച്ച. അച്ഛനൊന്ന് ചോദിക്ക. എന്താ മോളെ ഭാർഗവി ഇത്? നീയും സീതയെ പോലെ കളിക്കുന്ന എന്തിനാ? ഈ പാവയ്ക്ക് അങ്ങനെ ജീവൻ വെക്കാനാ? സീത ഈ പാവയെ സിഹിയായിട്ടാ കാണുന്നേ. നീയും ഈ പാവയെ സിഹിയായിട്ട് മാറ്റണമെന്ന് പറയുന്നത് എന്തിനാ? നടക്കുവോ അത്? പറ്റുന്ന കാര്യം എന്തെങ്കിലും പറ മോളെ. സിഹിയെ പോലെയുള്ള കുഞ്ഞിനെ കണ്ടെത്തും, അവളെ കൊണ്ടുപോയി സീതയ്ക്ക് സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വിചാരിച്ച് വന്നതല്ലടാ നമ്മള്.
ഇവിടെയാണെങ്കിൽ സിഹിയെ പോലെ ഒരു കുട്ടിയെ പോലും കാണുന്നില്ല. എടാ കാം ഡൗൺ. എങ്ങനെയാടാ കാമാവുന്നേ? നോക്ക്, സ്കൂൾ ഡേ ഫംഗ്ഷനിൽ സിഹിയെ പോലെ ഒരു കുട്ടിയെ നീ കണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? അതെ അശോക, അവള് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന ഞാൻ കണ്ടതല്ലേ. എന്ന് വെച്ചാ സിഹിയെ പോലെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായില്ലേ? യാ ഇല്ല അശോക, ഇതൊക്കെ കണ്ടിട്ട് എനിക്കെല്ലാം എന്റെ ഇമാജിനേഷൻ ആണെന്നാ തോന്നുന്നത്. വിട്ടേക്കട. അല്ലെങ്കിൽ എനിക്കും സീതയെ പോലെ സിഹി എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് തോന്നിയതായിരിക്കും അശോക. സിഹിയെ പോലെ വേറെ ആരും ഇല്ലേടാ. എടാ എന്തിനാ ഇത്രയ്ക്ക് നെഗറ്റീവായിട്ട് നീ ആലോചിക്കുന്നേ? അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ സീത സിഹിയാണെന്ന് കരുതുന്നത് ആ കുട്ടിയെ. അതുമല്ലാതെ നീ അവളെ കാറിൽ ഡ്രോപ്പ് ചെയ്തതാ. യാ ബട്ട് നോക്കടാ, ഇപ്പോ നീ അവളെ സ്ലമ്മിലേക്ക് പോകുന്ന വഴിയിൽ ഡ്രോപ്പ് ചെയ്തില്ലേ? വാ നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ പോയി നോക്കാം. പോകടാ. നീ വാടാ. മുത്തശ്ശ, എന്താ ഇത്? എന്താ ഈ ചെയ്യുന്നേ? സീത, ഇത് ജീവനില്ലാത്തൊരു പാവയല്ല, എന്റെ മോള് സിഹിയ. ഇത്ര കെയർലെസ് ആയിട്ട് എടുത്താൽ എങ്ങനെയാ? എന്താ മുത്തശ്ശ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് ഇത്രയും പോലും അറിവില്ലേ മുത്തശ്ശ? അച്ഛാ, സീതയ്ക്ക് ഭേദമായിക്കോളും, ഒരു ആശുപത്രിയിലും കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞതല്ലേ അച്ഛൻ? ഇനി അച്ഛൻ അത് ഒന്നുകൂടെ പറ, ഞാൻ കേൾക്കട്ടെ. അതങ്ങനെയല്ല സീത. അമ്മേ പ്ലീസ്, എനിക്കൊരു എക്സ്പ്ലനേഷനും വേണ്ട. മുത്തശ്ശൻ ഇവിടെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതല്ലേ. സീത, അത് മുത്തശ്ശ, നിങ്ങൾ എന്റെ മോളെ ഒറ്റ കയ്യിൽ എടുത്തോ ഇല്ലയോ എന്ന് പറയേ. എടുത്തു മോളെ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുത്തശ്ശ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് എന്ത് പറ്റി മുത്തശ്ശ നിങ്ങൾക്ക്? അല്ല, എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എന്തിനാ സിഹിയുടെ കാര്യത്തിൽ എല്ലാരും ഇങ്ങനെ പെരുമാറുന്നത്? സിഹി ഈ വീട്ടിലെ കുട്ടിയാണെന്ന് അംഗീകരിച്ച് അത്രയൊക്കെ സ്നേഹിച്ചതല്ലേ നിങ്ങള്? ഇപ്പൊ ആ സ്നേഹം എവിടെ പോയി മുത്തശ്ശ? സീത, സംസാരിക്കുന്നത് അച്ഛന്റെ അടുത്താണെന്ന് ഓർക്കണം. നീ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ തെറ്റാ. അപ്പൊ അവര് ചെയ്തത് ശരിയാണോ? അമ്മേ, എന്റെ മോളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഞാനത് നോക്കി നിൽക്കില്ല. എന്റെ മോളെക്കാട്ടി വലുതല്ല എനിക്കിവിടെ ആരും. മോളെ, നിനക്ക് വേദനിച്ചായിരുന്നോ? സോറി പൊന്നെ, ഞാൻ നിന്നെ നോക്കണമായിരുന്നു. ബാ. അച്ഛാ, ഇതെന്തൊക്കെയാ അച്ഛ നമ്മുടെ വീട്ടില് സംഭവിക്കുന്നത്? എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഒന്നിനു പുറകെ ഒന്നൊന്നായി നമുക്ക് എന്താ അച്ഛ ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? കഴിയുന്നില്ല അച്ഛ, ഇതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ മരുമകളെ കണ്ടു അച്ഛ നിങ്ങള്? അവളുടെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായോ? ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാ അച്ഛൻ സഹിച്ചു നിൽക്കുന്നത്? എന്നാ അച്ഛ ഇതൊക്കെ ഒന്ന് ശരിയാവുന്നത്? സുബി, വാ പോണ്ടേ? എനിക്ക് അറിയാൻ തമ്പാനെ, ഞാൻ വന്നോളാം, നീ പോയിക്കോ. വന്നിരിക്കുന്നു എന്നെ പഠിപ്പിക്കാൻ. സുബി, എങ്ങോട്ടാ നീ പോകുന്നേ? ജോലിക്ക്? എന്ത് ജോലി? എന്താ മോഷണമാണോ? മോഷ്ടിക്കുന്നത് തെറ്റല്ലേ സുബി? തെറ്റോ ശരിയോ? മോഷ്ടിച്ചില്ലെങ്കിൽ വിശക്കുമ്പോ എന്ത് കഴിക്കും? സുബി, നിനക്ക് എന്ത് പറ്റി? എന്താ ഈ പിറുപിറുത്തോണ്ടിരിക്കുന്നേ?
ഒന്നുമില്ല ചേച്ചി. നോക്ക് സുബി, നീ ഇപ്പൊ എന്നോട് ആൻസർ ഒന്നും പറയണ്ട. തിങ്ക് ചെയ്യേ. തിങ്ക് എന്ന് വെച്ചാ ആലോചന. ആലോചിച്ച് നോക്ക്. നീ എന്റെ വീട്ടിലേക്ക് വന്നാ നീ മോഷ്ടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. കഴിക്കാൻ ഭക്ഷണം, വലിയ വീടുണ്ട്, നല്ല ഡ്രസ് ഉണ്ടാവും, പാവകള്, പുസ്തകങ്ങള്, അതല്ലാതെ അച്ഛനും അമ്മയും ഉണ്ടാവും. നിന്നെ പിന്നെ അവര് നോക്കിക്കോളും സുബി. മുത്തശ്ശനുണ്ടാവും, അക്കോശങ്കള്, പ്രീ, എല്ലാവരും ഉണ്ടാവും. പഴയ വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവും. എന്ത് രസമായിരിക്കും അറിയോ? ഇതൊക്കെ നിനക്കും വേണമെന്ന് തോന്നിയിട്ടില്ലേ? സീതമ്മ അന്ന് നിന്നെ റെഡിയാക്കി തന്നതുപോലെ ഡെയിലി സീതമ്മ തല തുടച്ച് തന്ന്, യൂണിഫോം ഇട്ട് തന്ന്, ഷൂസ് ഇട്ട് തന്ന്, ഭക്ഷണം കഴിപ്പിച്ച് നിനക്ക് സ്കൂളിലേക്ക് പോണെന്ന് തോന്നുന്നില്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സുബി, നീ എന്റെ വീട്ടിലേക്ക് വാ. സീതമ്മയ്ക്ക് മകളെയും കിട്ടും, നിനക്ക് അമ്മയും കിട്ടും. അപ്പോ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വരില്ല. ഓക്കെ ആണോ സുബി? എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെന്താ? നോക്ക്, വെറുതെ എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. പോവാൻ നോക്ക്. പോയാലോ? കം സുബി. മുത്തശ്ശ, ഞാൻ വരുന്നില്ല. അതെന്താ മോളെ, ജോലിക്ക് പോകണ്ടേ നമുക്ക്? ഇന്ന് എന്തോ എനിക്ക് ജോലിക്ക് വരാൻ തോന്നുന്നില്ല. നിങ്ങൾ പോയിക്കോ. എന്താ സുബി, എന്തെങ്കിലും വയ്യായിക്കുണ്ടോ? ഉണ്ട്, തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഇവക്ക്. ഇവളെ ഇപ്പൊ ഒറ്റയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ട്. ശരി സുബി, നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാം. ശ്രദ്ധിക്കണം കേട്ടോ മോളെ. ടേക്ക് കെയർ സുബി. ബൈ. മോഷ്ടിക്കാൻ നിനക്കും ഇഷ്ടമല്ലല്ലേ? അതുകൊണ്ടല്ലേ നീ പോവാത്തത്. നോക്ക്, ഞാൻ ഒരു വട്ടം കൂടെ പറഞ്ഞു തരാം. എന്നെ ശല്യം ചെയ്യണ്ട. ഇവിടുന്ന് പോവാൻ നോക്ക്. അശോക, ആ കുട്ടി അന്ന് ഞാൻ അവിടെയാ ഡ്രോപ്പ് ചെയ്തത്. അതുവഴി അവൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സ്ലമ്മിലേക്ക് തന്നെ ആയിരിക്കില്ലേ? വാ, നമ്മുടെ അന്വേഷണം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. തുമ്പി പെണ്ണെ, തുമ്പി പെണ്ണെ, തുമ്പി പെണ്ണെ, നീ വരുമോ? മഹാറാണി നീ, എന്റെ നായിക നീ, വരുമോ? ചാരേ നീ. ഓയ്, ഓയ്. ഏയ്, നീ പേടിക്കണ്ട. എന്റെ പേര് സുബി, സുബലക്ഷ്മി. നിന്റെ പേരെന്താ? ഇവളെന്താ സംസാരിക്കില്ലേ? ചിത്രം വരയ്ക്കുമ്പോ മാത്രം സംസാരിക്കാറില്ലേ, അതോ സംസാരിക്കാറില്ലേ? ആ, മാ, കുഞ്ഞുമ, അമ്മ. ഇത് നിന്റെ അമ്മയാണോ? അതിന്റെ അടുത്ത് എന്താ എഴുതിയത്?
പക്ഷെ എനിക്ക് സംസാരിക്കാൻ കഴിയും, എഴുതാൻ കഴിയില്ല. ഇവര് നിന്റെ അമ്മയാണോ? ഇത് നീയാണോ? ചിത്രം ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളേ? അയ്യയ്യോ, ഞാൻ നിന്നോടാ ചോദിച്ചത്. അവരിപ്പോ എവിടെയാ? മരത്തിന്റെ മുകളിലാണോ? പിന്നെ എന്താ മുകളിലേക്ക് നോക്കിയത്? ഓ, നിനക്ക് അമ്മയില്ലേ? സാരമില്ലെന്നേ, നിനക്ക് അമ്മയില്ല. എന്റെ അമ്മ എവിടെയാന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് കരുതി ഞാൻ നിന്നെ പോലെ സംസാരിക്കാതെ നടക്കുന്നുണ്ടോ? നീ വാ തുറക്കാറേയില്ല, ഞാൻ വാ അടയ്ക്കാറേയില്ല. ഞാൻ ഒരുപാട് സംസാരിക്കും, അറിയോ? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ വിഷമായോ? നോക്ക്, അമ്മയുള്ളവർക്ക് ഒരാളാ അമ്മ. പക്ഷെ നമുക്ക് സ്നേഹം തരുന്ന എല്ലാരും അമ്മയാ. നിനക്കറിയോ, എനിക്കിപ്പോ സീതമ്മയെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിനക്കും ഒരു അമ്മയെ കിട്ടിക്കോളും. നീ അതിന് വിഷമിക്കണ്ട. വാ, നമുക്ക് എന്തെങ്കിലും കളിക്കാം.